എന്തിട്ടാണ് മോളെ നീ പൂ പൊട്ടിച്ച് കളിക്കുന്നേ? അമ്മ ഇന്ന് അമ്മയ്ക്ക് ഞാൻ പൂ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി തരാൻ പോണേ, വെറൈറ്റി ആയിട്ട്. ഇത് പൂ കൊണ്ടാണോ പലഹാരം ഉണ്ടാക്കണേ? അതേനേ, ഇന്ന് അമ്മയ്ക്ക് ഞാൻ പൂ വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കി തരും. ഇപ്പൊ ശരിയാക്കി തരാട്ടാ, പൂ ഒന്ന് പൊട്ടിച്ച് കഴിയട്ടെ. പൂവെങ്കിൽ പൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല കേട്ടാ പൂ വെച്ചിട്ടാ പലഹാരം ഉണ്ടാക്കണേന്ന്. ഇന്ന് നമ്മൾ ഇതേ ശംഖുപുഷ്പത്തിന്റെ കുറച്ച് പൂ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഞാനിപ്പോ ഇവിടെ ഒരു 1.5 പിടിയോളം പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് അത് ഊറ്റി മാറ്റി വെക്കാം. അപ്പത്തേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു കൂട്ട് റെഡിയാക്കാനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പൊടിയും കുറച്ച് ഏലക്കായ പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ശംഖുപുഷ്പത്തിന്റെ ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ കലക്കി മിക്സ് ചെയ്ത് നമ്മൾ ഈ പരുവത്തിനാക്കി എടുക്കണം കേട്ടാ. ഏകദേശം ഈ പരുവാക്കി എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറൊക്കെ വെച്ചിട്ട് ഓരോ ബോളുകൾ എടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി വട്ടത്തിൽ അങ്ങ് കിട്ടും കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാലും മതി. സംഭവം ഇത് അതൊക്കെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഇതിനാണ് ഇത്ര വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തതെന്ന്. സംഗതി അങ്ങനെയൊന്നല്ല കേട്ടാ. നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ ഇത്തിരി കൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ദേ നമ്മള് കുഴച്ച് വെച്ചിട്ടുള്ളതൊക്കെ അതുപോലെ പരത്തി നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അതിലിട്ട് ദേ ഇതുപോലെ ആക്കിയെടുത്ത് നമ്മൾ ദേ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടാ. സംഭവം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയില്ലേ? ഇതിലിപ്പോ ഇത്തിരി വലിയ മാറ്റമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഉണ്ടാക്കുമ്പോൾ വെള്ള കോഴിക്കട്ടയാണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ശംഖുപുഷ്പത്തിന്റെ ഇല എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ. സംഭവം അടിപൊളിയാണ് കേട്ടാ. നമ്മുടെ മക്കളൊക്കെ എന്നും വെള്ള കോഴിക്കട്ടയല്ലേ കഴിക്കാറ്. അപ്പൊ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഒരു നീല കോഴിക്കട്ട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും വിചാരിക്കും ഇത് എന്തോ വെറൈറ്റി ആണെന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചായയുടെ സ്പെഷ്യൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശബ്ദം വലിയ ക്ലിയർ ഇല്ലാത്ത കാരണം ഒത്തിരി പൊട്ടലും ചീറ്റിലേക്ക് ഉണ്ട്. എല്ലാവരും ക്ഷമിച്ചേക്കണേ. ആ, മോള് ഇതിനായിരുന്നോ പൂ പൊട്ടിച്ചത്? കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. തിന്നു നോക്കട്ടെ എന്നിട്ട് പറയാം. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. എന്തായാലും നന്നായിട്ടുണ്ട്. വെള്ള കോഴിക്കോട്ട നീല കോഴിക്കോട്ട ആദ്യമായിട്ട് തിന്നുക.